ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വെച്ച 1, 2 കണിക്കൂടുകൾ തുറന്ന് നോക്കാനായിട്ട് പോവാണ്. ഇപ്പോഴെന്താണ് അതിൻ്റെ അവസ്ഥ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ദേ ഈ കാണുന്നതാണ് നമ്മൾ ഒന്നാമത്തെ കണിക്കൂട്. ഇതിനു മുമ്പ് നമ്മൾ PVC പൈപ്പിൽ ഇതുപോലൊരു കണിക്കൂട് അവിടെ ചെയ്തിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല. കാരണം ഇവിടെ വളരെ ചൂടടിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ആ കൂട്ടിലേക്ക് ചൂടടിച്ചുകൊണ്ടായിരിക്കാം അവിടെ നമുക്ക് ഈ കൂട് സെറ്റായില്ല. ഈ PVC പൈപ്പിൽ കണിക്കൂട് ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കണിക്കൂട് വിജയിക്കാത്തതിനെ തുടർന്നാണ് നമ്മൾ അത് മാറ്റിയിട്ട് തടി ബോക്സ് ആക്കിയത്. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കണിക്കൂട് വെക്കുമ്പോൾ വെയിലും മഴയും കൊള്ളാതെ വേണം വെക്കാമെന്ന്. പക്ഷേ ഇവിടെ വെയിലടിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് PVC പൈപ്പ് വിജയിക്കാഞ്ഞത്. അപ്പോൾ നമ്മൾ കണിക്കൂട് വെക്കുമ്പോൾ എപ്പോഴും ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ പുതിയ കണിക്കൂട് വെച്ചിട്ട് ഏകദേശം ഒരു 3 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് ഇതിൻ്റെ അവസ്ഥ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇതിൻ്റെ കറണ്ട് അവസ്ഥ എന്താ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്തുണ്ടോ കുറേ തേനൊക്കെ അവർ വെച്ചിട്ടുണ്ട്. വേറെ പൂമ്പൊടിയോ അതോ മുട്ടയോ ഒന്നുമില്ല. പക്ഷെ നല്ല സ്ട്രെങ്ത് ഉള്ളൊരു കോളനിയാണ്. വളരെ ഈച്ചകൾ ശക്തമായിട്ടുള്ളൊരു കോളനിയാണ്. അപ്പോൾ അവിടെ കുറച്ച് തേൻ മാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോളനി കുറച്ച് നാളുടെ വെച്ചാൽ സക്സസ് ആവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓൾറെഡി ഇതിനകത്ത് നല്ലപോലെ തേൻ വെച്ചിട്ടുണ്ട്. ഇവിടെയായിരുന്നു നമ്മൾ അടുത്ത കണിക്കൂട് വെച്ചിരുന്നത്. ഇതും ഈ വീടിൻ്റെ ഫൗണ്ടേഷനിലുള്ള ഒരു കോളനിയെ നമ്മൾ എടുക്കാനായിട്ടാണ് ഇവിടെ കണിക്കൂട് വെച്ചിരുന്നത്. സേഫായിട്ട് മഴയൊന്നും കൊള്ളാതെ നമ്മളിങ്ങനെ കവർ ചെയ്തിട്ടാണ് ഇവിടെ കണിക്കൂട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 4 മാസമായി. ഇവിടെയും റാണി വന്ന് മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല. എന്നാലും നല്ലൊരു റിസൾട്ടുണ്ട്. ഇതിനകത്ത് നല്ലപോലെ കാണുന്ന പോലെ തേൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തേനും പൂമ്പൊടിയും ഒക്കെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൂട് സക്സസ് ആവാനാണ് സാധ്യത. കാരണം ഇത്രയും തേൻ അവർ ഈ കൂട്ടിൽ വെക്കുമ്പോൾ ഇനിയുള്ള മാസങ്ങളിൽ റാണി ഇവിടെ വന്ന് മുട്ടയിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ കെണിക്കൂട് വെച്ച് വിജയിച്ചവരൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്